അനൂപ് നിലപാട് നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കരുത്. ഞങ്ങൾക്ക് KSU പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ CPI ആണ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. CPI ഇതുപോലെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു ഘട്ടമായിരുന്നു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി വഴി BJPയെ ജയിപ്പിക്കാൻ പണി നടന്നു എന്ന പ്രശ്നം. പക്ഷെ അതിനകത്തൊരു FIR പോലുമില്ല. ആ ഉദ്യോഗസ്ഥൻ പൂർണ്ണതോതിൽ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് 2 റിപ്പോർട്ടുകൾ വന്നതിന് ശേഷവും. ഇപ്പോഴും അതോ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അവരുടെ ആ ഇനീഷ്യേറ്റീവിനെ സത്യം പറഞ്ഞാൽ നോക്കൂ, റവന്യൂ മന്ത്രി പറയാണ് ഞാൻ വിളിച്ചിട്ട് ഈ പറയുന്ന ഓഫീസർ ഫോൺ എടുത്തില്ല എന്ന്. പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ലല്ലോ. ഇവിടെയും CPI വിയോജിപ്പ് ഉന്നയിക്കുകയാണ്, പക്ഷെ നടപടിയൊന്നുമില്ല. അപ്പോൾ CPIക്ക് നിരാശപ്പെടാനാണ് വിധി. ചിരിക്കുന്നത് ആരാണ്? CPI നിരാശപ്പെടുന്ന 2 ഘട്ടത്തിലും ഈ ചിരി തൂകുന്നവർ BJPക്കാരാണ്. ആ ഒരു സമാനതയെ കാണുന്നുണ്ടോ താങ്കൾ? ജയചന്ദ്രൻ എന്നോടാണോ ചോദ്യം? ഓക്കെ അങ്ങനെയല്ല കേട്ടോ നിഷാദേ, അങ്ങനെയല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം അതിനകത്ത് വ്യക്തമായ കാര്യം പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒത്തിരി ഉപമയ ഉദാഹരണങ്ങളും പറഞ്ഞല്ലോ അനൂപ്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉദാഹരണമാണ് പറയുന്നത്. നെല്ല് സംഭരണ പദ്ധതി 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നെല്ല് സംഭരണ പദ്ധതി എന്ന് ആർക്കാണ് അത് പഠിക്കുന്ന ആർക്ക് മനസ്സിലാവും? 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പക്ഷേ പഴി മുഴുവനും പിണറായി സർക്കാരിനും GR അനിലിനും CPIക്കും മറ്റുമാണല്ലോ. എന്താണ് അത്തരത്തിലുള്ള വളരെ ബോധപൂർവമായ നിഷേധാത്മക സമീപനം എന്തിനാണ് സ്വീകരിക്കുന്നത്? പിന്നെ മറ്റൊന്ന് മാവോയിസം. 2012 ട്രൈ ജംഗ്ഷൻ അന്ന് ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്. ട്രൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ ട്രൈ ജംഗ്ഷൻ? അനൂപൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈ കർണാടക, തമിഴ്നാട്, കേരളം 3ൻ്റെ കൂടെ അതിർത്തി വരുന്ന സ്ഥലമാണ് വയനാട്ടിലെ ട്രൈ ജംഗ്ഷൻ. അവിടെ ട്രൈ ജംഗ്ഷന് മാവോയിസ്റ്റിന് വേണ്ടി പ്രത്യേക ഒരു പ്രാധാന്യം, അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് കൊടുത്ത കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് 2012 മുതൽ. ആ കണക്കൊന്നെടുത്ത് പരിശോധിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുക. പിന്നെ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് എന്നുള്ളത് അല്ല നിൽക്കുന്ന പറയട്ടെ. നിങ്ങളുടെ സമയമല്ലല്ലോ, എന്നോട് ചോദ്യം എന്നോടല്ലേ. മര്യാദ കേട്ട പണിയല്ലേ ആ കാണിക്കുന്നത്. നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? നിങ്ങൾക്ക് എന്താ മര്യാദ? അതെന്റെ പണിയല്ല, അത് നിഷാദിന്റെ പണിയാണ്. അദ്ദേഹത്തിന് സമയം തരും. അല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഏത് കാര്യത്തിലും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന സാധനമാണ്. അത് മുഴുവനും സംസ്ഥാന വിരുദ്ധവുമാണ്. എങ്ങനെയാണ് സംസ്ഥാന വിരുദ്ധമാണെന്ന് വേറൊരു ചർച്ച വെച്ചോളൂ. അതിന് തുടർച്ച BJP പ്രയോജനപ്പെടുത്തുന്നത് കൂടിയാണ് താങ്കൾ പറയുന്ന പോയിന്റ്.